പിണറായി സർക്കാരിലെ പ്രേമരോഗി എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കെ മുരളീധരൻ നടത്തുന്ന ആ തകർപ്പൻ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കാണാം. 5000 പേരെ പ്രണയിച്ചെന്ന് അവകാശപ്പെടുന്ന, എന്നാൽ സ്വന്തം ഭാര്യയെ ഒന്ന് മര്യാദയ്ക്ക് സ്നേഹിക്കാൻ അറിയാത്ത ഈ മന്ത്രിയുടെ തോന്നിവാസങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ഇങ്ങനെ താങ്ങി നടക്കുന്നത് എന്നാണ് മുരളീധരൻ ചോദിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് വാളകത്തെ വീട്ടിൽ വെച്ച് നടന്ന ആ പാലാഴി മദനം ഒളിഞ്ഞു നോക്കാൻ പോയ പോലീസുകാരെ അദ്ദേഹം നല്ല പച്ചയ്ക്ക് തന്നെ പരിഹസിക്കുന്നുണ്ട്. ഒരു സ്ത്രീ 112ൽ വിളിച്ച് ജീവൻ അപകടത്തിലാണെന്ന് പറയുമ്പോൾ അത് വീട്ടുകാര്യമല്ലേ, നമുക്കതിൽ ഇടപെടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് സ്ഥലം വിട്ട കേരള പോലീസിന്റെ ആ വിശ്വരൂപത്തെ മുരളീധരൻ കളിയാക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഇതേ ഗണേഷ് കുമാർ ഇമാതിരി പരിപാടികൾ കാട്ടിയപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ ബാലകൃഷ്ണപിള്ള പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് കാണിച്ച ആ ഒരു മാന്യതയുടെ 100-1 ഈ പിണറായി സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ എന്നതാണ് മുരളീധരന്റെ ചോദ്യം. 5000 പ്രണയങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഗണേഷ് കുമാറിന് പക്ഷേ ഒഫീഷ്യലായിട്ട് 2 ഭാര്യമാരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 പേർക്കും മന്ത്രിക്കെതിരെ ഒരേ പരാതി തന്നെയാണല്ലോ ഉള്ളത് എന്നതിലെ ആ വൈരുദ്ധ്യത്തെ മുരളീധരൻ വളരെ രസകരമായി അവതരിപ്പിക്കുന്നുണ്ട്. ഭാര്യയുടെ പരാതി കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ വിളിച്ച് അറിയിച്ചിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഈ സർക്കാരിനെ സ്ത്രീ സുരക്ഷയുടെ കാവൽക്കാർ എന്ന് വിളിക്കാൻ നാണമില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിപ്പോ കാര്യം വ്യക്തിപരമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഗണേഷ് കുമാർ നോക്കുന്നുണ്ടെങ്കിലും ഇത് വെറും വ്യക്തിപരമായ പ്രശ്നമല്ല എന്ന് ഒരു മന്ത്രി കാണിക്കുന്ന ശുദ്ധ തോന്നിവാസമാണെന്നും മുരളീധരൻ തറപ്പിച്ചു പറയുകയാണ്. ഫോൺ പിടിച്ചു വാങ്ങാനും തെളിവ് നശിപ്പിക്കാനും പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിക്കുന്ന ഈ മന്ത്രിസഭയിലെ സിനിമാ നടനെ മുഖ്യമന്ത്രി ഇനിയും പേറുന്നത് നാണക്കേടാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസാരം നിർത്തുന്നത്. ചുരുക്കത്തിൽ ഗണേഷ് കുമാറിന്റെ മാന്യതയുടെ മുഖംമൂടി മുരളീധരൻ ഈ വീഡിയോയിലൂടെ വലിച്ചു കീറുകയാണ് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് മുഴുവനായി കണ്ടു നോക്കാം. ഈ പരാതിയുടെ ഒരു ഗൗരവം എന്ന് പറയുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ശ്രീ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ 112ൽ വിളിച്ച് പരാതി പറയുകയും പോലീസ് വന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇത് വീട്ടുകാരിയാണ്, ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വളരെ ലാഘവത്തോടെ പറഞ്ഞ് അവർ മടങ്ങിപ്പോയി എന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവമായിട്ടുള്ളൊരു വിഷയം. രണ്ടാമത്തത്, മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് രണ്ടും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇന്നലെ മന്ത്രി ശ്രീമതി ബിന്ദുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടത്, മുഖ്യമന്ത്രിയുടെ മകളെയല്ല മുഖ്യമന്ത്രിയെ വിളിച്ച് പരാതി പറയണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വമാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ സ്വന്തം പ്രയാസങ്ങൾ പറയുക സ്വാഭാവികമായിട്ടും മറ്റു സ്ത്രീയോടായിരിക്കും. അതിനങ്ങനെ കാണുന്നതിന് പകരം എന്തുകൊണ്ട് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടില്ല എന്നൊരു വാചകം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതും ദൗർഭാഗ്യരാണ്. അപ്പോൾ ഇത്രയും 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായി സ്തുതിക്ക് ഇനി ഈ മന്ത്രിയെ ഒരു നിമിഷം പോലും ക്യാബിനറ്റിൽ വെച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം 5000-ഓളം പ്രണയങ്ങൾ അദ്ദേഹം നടത്തിയത്. അത് എങ്ങനെയാണല്ലോ അവൻ 5000-ഓളം അദ്ദേഹം പ്രണയിച്ചിട്ടുണ്ട്. 5000 പേരേതാണ്. അതിൽ 2 പേരെയാണ് ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചത്. ആദ്യത്തെ വിവാഹം കഴിച്ച സ്ത്രീയാണ് UDF സർക്കാരിൻ്റെ കാലത്ത് ഇദ്ദേഹത്തിനെ കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ പറയും. അങ്ങനെ ഉമ്മൻചാണ്ടി ശ്രീ ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ആയ ശ്രീ ബാലകൃഷ്ണപിള്ളയും എത്രയും പെട്ടെന്ന് ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം 2ാമതും വിവാഹം കഴിച്ചു. ആ 2ാം ഭാര്യയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. വിവാഹം കഴിക്കും തോറും ഭാര്യമാരെ ഉപദ്രവിക്കും തോറും വീണ്ടും കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള ആളുകൾ നമ്മുടെ പൊതുരംഗത്തിന് ഭൂഷണമാണോ എന്ന് പൊതുസമൂഹവും ചിന്തിക്കേണ്ടതാണ്. ഒരാളൊരു മുന്നണിയിൽ നിന്ന് വിട്ടുവരുമ്പോൾ ഉടനെ 2 കൈ നീട്ടി സ്വീകരിച്ച് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിൽക്കാറൊക്കെയില്ല, അല്ല ഭാഗം മാറാറൊക്കെയില്ല. പക്ഷേ ഒരു ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദ പോലും പാലിക്കാത്തവരെ സംരക്ഷിക്കുന്ന സംവിധാനം വേണോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞൊരു ആരോപണം,
കാണാൻ പാടില്ലാത്തൊരു അരുതാത്ത് കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അതായത് കഥ തുറന്നു നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത കണ്ടു, പാലാഴി മദനം നടത്തുന്ന കണ്ടു. അത്രയും വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ പരാതി പറഞ്ഞത്. അപ്പോൾ ഇനി മുഖ്യമന്ത്രി ഇനി ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നും പ്രസംഗിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. അതിനു വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ PR വർക്കിൻ്റെ ഭാഗമായിട്ട് ചെലവഴിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ജീവിക്കാൻ രക്ഷയില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് കേരളത്തിൽ സ്ത്രീകൾക്കുള്ളത്? മന്ത്രിമന്ദിരത്തിൽ പോലും അവരുടെ ഭാര്യമാർക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നില്ല. അതാണ് ഈ സംഭവത്തോടെ തെളിച്ചത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിലപാട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഉന്നയിക്കുന്ന വാദം ഇത് തികച്ചും വ്യക്തിപരമാണ്. 2 മാസമായിട്ട് ഭാര്യയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഭാര്യയാണ് തന്റെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വന്നത്. തികച്ചും വ്യക്തിപരമാണ്. ഞാൻ പറയുന്നത് ഇത് വ്യക്തിപരമാണോ? ഒരു ഭാര്യ പരസ്യമായിട്ട് പ്രതികരിക്കുക, തന്നെ ഉപദ്രവിച്ചു. മാത്രമല്ല ഈ രംഗങ്ങൾ അവർ റെക്കോർഡ് ചെയ്തപ്പോൾ ഒരു മൊബൈൽ ഫോൺ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് പിടിച്ചു പറിക്കാൻ നോക്കി. ഇതൊക്കെയാണോ വ്യക്തിപരമായിട്ടുള്ള ജീവൻ എന്ന് പറയുന്നത്? ഒരു മന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രക്ഷയില്ല എന്ന് ഭാര്യ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രശ്നമാണോ? മാത്രമല്ല ഇത് 2ാം തവണയാണിത്. ഞാൻ പറഞ്ഞല്ലോ 5000 പ്രണയം തനിക്കുണ്ട് എന്ന് പറഞ്ഞ മന്ത്രി 2 ഔദ്യോഗിക കല്യാണമാണ് കഴിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഭാര്യ ഇതേ രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഡൈവോഴ്സ് ചെയ്തത്. ഇത് 2ാമത്തെ സംഭവമാണ്. അതാ ഞാൻ പറഞ്ഞത്, പിന്നെയും വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. എത്ര കല്യാണം കഴിക്കണം എന്നൊക്കെ അദ്ദേഹം തീരുമാനിച്ചത്. പക്ഷേ ആ കല്യാണം കഴിച്ച ഭാര്യമാർ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയില്ലേ സമൂഹത്തിൽ? പൊതുരംഗത്ത് അതിനെക്കുറിച്ച് ഒരു വിലയില്ലേ? അതിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമല്ലേ? അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല. സത്യപ്രതിജ്ഞ മന്ത്രി കാണിക്കുന്ന തോന്നിവാസങ്ങളാണ്. അതിനെ അംഗീകരിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി? അതിനെ ഘടകകക്ഷികൾ അംഗീകരിക്കുന്നുണ്ടോ? ഇങ്ങനൊരു വ്യക്തിയാണോ വീണ്ടും സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നത്? അതിന് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. ഞങ്ങൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. സംശയം എന്താ? മന്ത്രി ഗണേഷ് കുമാർ ഭാര്യയെ വിളിച്ച് മാപ്പ് പറഞ്ഞത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു ഉള്ള വാർത്തയുണ്ട്. ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് മന്ത്രി വിളിച്ചു ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മന്ത്രിക്കെതിരെ വ്യക്തമായിട്ടുള്ള പരാതി അവർ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. റിട്ടേൺ കംപ്ലൈന്റ് ഇല്ല. മന്ത്രി അല്ല, നേരിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളല്ലേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? അല്ല, നിങ്ങൾ ഊഹാപോഹം വെച്ച് റിപ്പോർട്ട് ചെയ്തതല്ലല്ലോ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് തീരുമോ ഈ പ്രശ്നം? ഒരു പൊതുസമൂഹത്തിന് ചേരാത്ത പ്രവൃത്തിയല്ല അദ്ദേഹം ചെയ്തത്. അല്ല, അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വരാൻ ഞങ്ങൾ കാത്തിരിക്കാം. ആ MLA ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? അത് അദ്ദേഹത്തിന് തീരുമാനിക്കേണ്ട കാര്യം. ഞങ്ങൾക്ക് പുറത്താക്കാനേ പറ്റൂ. ഞങ്ങൾ പുറത്താക്കിയില്ലേ? ഒരു കേസിൽ അദ്ദേഹത്തിനെ ശിക്ഷിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഞങ്ങൾ പുറത്താക്കിയില്ലേ? പാർട്ടിയുടെ MLA അല്ല. അങ്ങനെ MLA ഞങ്ങൾക്കില്ല. ആ MLA ഞങ്ങൾ പുറത്താക്കി. അതിലൊക്കെ ഞങ്ങൾ മാന്യത കാണിച്ചിട്ടുണ്ട്.